നമസ്കാരം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായി കള്ളക്കേസിൽ കുടുക്കപ്പെട്ട ആളാണ് വീര വിനായക ദാമോദര സവർക്കർ. അങ്ങനെ കള്ളക്കേസിൽ കുടുക്കേണ്ടത് നെഹ്റുവിൻ്റെ നിലനിൽപ്പിനും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർക്കും അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. കാരണം സവർക്കറെ പോലെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരാൾ ജീവിച്ചിരിക്കുന്നതും അദ്ദേഹത്തിനൊരു രക്തസാക്ഷി പരിവേഷം ഉണ്ടായിരിക്കുന്നതും നെഹ്റുവിൻ്റെ അധികാര താൽപ്പര്യങ്ങൾക്കും നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യാവകാശങ്ങൾക്കും നഷ്ടം വരുത്തും എന്ന് അറിയാമായിരുന്നു. ആ ഒരു സ്വാർത്ഥമായ താൽപ്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഗാന്ധിവധവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന സവർക്കറെ, രോഗശയ്യയിൽ കിടന്നിരുന്ന സവർക്കറെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതും ഒക്കെ. പിന്നീട് സ്വാഭാവികമായിട്ടും കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ തെളിവില്ലാതെ പുറത്ത് വിടാൻ കഴിയും എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സവർക്കറെ ഈ കേസിൽ ഉൾപ്പെടുത്തി ശിക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല നെഹ്റുവിൻ്റെ താല്പര്യം. മറിച്ച് ഇങ്ങനെയൊരു കള്ളക്കേസിൽ കുടുക്കി എല്ലാ കാലത്തും ഗാന്ധി വധക്കേസിലെ പ്രതി എന്നുള്ള ഒരു ബ്ലാക്ക് മാർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ചാൽ പിന്നീട് സമീപകാലത്തൊന്നും ലോകത്തിൻ്റെ മുമ്പിൽ ആ കറുത്ത പാട് മായ്ക്കാൻ കഴിയില്ല എന്ന് നെഹ്റുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കേസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. ശിക്ഷിക്കലോ അല്ലെങ്കിൽ അതിലില്ല, ആ കേസിൽ അങ്ങനെ ഒരാൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിനും അറിയാമായിരുന്നു, ബാക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാമായിരുന്നു. പക്ഷെ തൽക്കാലം അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് സവർക്കറുടെ പ്രശസ്തി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു നെഹ്റുവിൻ്റെ ഈ ഗൂഢമായ താല്പര്യത്തിൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നില്ല, തൻ്റെ അധികാരം ഉറപ്പിക്കാൻ വേറെയും ചില തടസ്സങ്ങളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ സ്വാതന്ത്ര്യ അനന്തരവും ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും വലിയ അഭിപ്രായ ഭിന്നത അവരുടെ ഇടയിൽ വളർന്നു വന്നിരുന്നു. ആ അഭിപ്രായ ഭിന്നത വളർന്നു വലുതാവുക മാത്രമല്ല, ഒന്നുകിൽ നെഹ്റു അല്ലെങ്കിൽ പട്ടേൽ, രണ്ടിലൊരാൾ മാത്രമേ മന്ത്രിസഭയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന ഘട്ടം വരെ എത്തി. കാര്യങ്ങൾ അത്രമാത്രം വഷളായി. അത്തരമൊരു വേളയിൽ ജവഹർലാൽ നെഹ്റുവും പട്ടേലും മാറി മാറി ഗാന്ധിജിയെ കാണുകയും നെഹ്റുവിൻ്റെ ഒരു തുറുപ്പ് ചീട്ട് ഗാന്ധിജിയുടെ മുമ്പിൽ ഇറക്കുകയും ചെയ്തു. അതായത് താൻ പ്രധാനമന്ത്രി പദം ഒഴിയാൻ തയ്യാറാണ്, ഏതായാലും രണ്ടുപേരും കൂടി ഒത്തുപോവുക സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ അരിക്കൽ നെഹ്റു തൻ്റെ പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ടും ഗാന്ധിജി എന്തു പറഞ്ഞാലും അംഗീകരിക്കും സർദാർ പട്ടേൽ എന്നറിയാമായിരുന്നത് കൊണ്ട്, വിനീത വിധേയനാണ് ഗാന്ധിജിയുടെ എന്നുള്ളത് അറിയാമായിരുന്നത് കൊണ്ട് നെഹ്റുവിനെ ആയിരുന്നു ഗാന്ധിജിക്ക് ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റാതിരുന്നത്. കാരണം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ രണ്ടുപേരും നെഹ്റു അധികാരത്തിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണം എന്ന് ഗാന്ധിജിക്ക് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് പട്ടേലിനോട് വേണ്ടി വന്നാൽ രാജിവെക്കാൻ പറയാം എന്നുള്ള നിലയിൽ ചർച്ച പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗാന്ധിജി കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു കൊലപാതക സാഹചര്യം ഉണ്ടായി വരുന്നത് ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു, നെഹ്റു ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു. ആ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും 10 ദിവസം മുൻപ് കൊലപാതക ശ്രമം നടന്നിട്ടും വേണ്ടത്ര സുരക്ഷ കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ഈ ഒരു സ്പ്ലിറ്റ് അത് ഇങ്ങനെ തീരില്ല എന്ന, ഒന്നുകിൽ നെഹ്റു അധികാരത്തിൽ നിന്നൊഴിയണം, അല്ലെ പട്ടേൽ അധികാരത്തിൽ നിന്നൊഴിയണം. അതെന്തായാലും സംഭവിക്കുന്ന കാര്യമല്ല. അതിനെ അതിജീവിക്കുവാൻ ഗാന്ധിവധം ഒരു അനിവാര്യമായ കാര്യമാണ് എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം കൊണ്ടുകൂടി ആയിരിക്കണം ഗാന്ധിജിക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടാതെ പോയത്. മൂന്നാമതൊന്ന്, ജവഹർലാൽ നെഹ്റുവും സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സവർക്കറെ ഈ കേസിൽ പെടുത്താനും ഒരു രാഷ്ട്രീയമായ അട്ടിമറി നടത്താനും ഒരു ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന്,
ഈ കേസ് കൊലപാതകം നടക്കുമ്പോൾ, ഗാന്ധിവധം നടക്കുമ്പോൾ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷൻ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയായിരുന്നു. ഗാന്ധിവധം നടന്ന ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയാക്കി ജവഹർലാൽ നെഹ്റു നിയമിച്ചു. അതെന്തിനായിരിക്കും? കൊലപാതകം നടക്കുന്ന വേളയിൽ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന ആളിനെ ഹൈക്കോടതി ജഡ്ജിയാക്കി നിയമിക്കുകയും രോഗശയ്യയിൽ കിടന്ന സവർക്കറെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്തതിൻ്റെ താല്പര്യം എന്തായിരിക്കും? അത് കോൺഗ്രസ്സുകാരോ മറ്റുള്ളവരോ ആണ് വിശദീകരിക്കേണ്ടത്. മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൽ പങ്കുണ്ടായിരിക്കും എന്ന് പറയാൻ കാരണം, ഈ ഗാന്ധിവധത്തെ സംബന്ധിച്ച് ഒത്തിരി ദുരൂഹതകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അത് ഈ സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിൽ രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് കരിദിനം ആചരിക്കുകയും പതാക കത്തിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് 48-ൽ ഭാരത സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അവരുടെ രാജ്യദ്രോഹം ചർച്ച ചെയ്യപ്പെടാതിരിക്കണം. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവ്, ചർച്ച മുഴുവൻ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് പോവുക മാത്രമാണ്. നെഹ്റു പട്ടേൽ സ്പ്ലിറ്റ് ചർച്ച ആവാതിരിക്കാനുള്ള മാർഗം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചർച്ചയാവാതിരിക്കാനുള്ള ഒരു ഉപാധിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജി ജീവിച്ചിരിക്കുന്നത് ലോകത്തിലെ പല സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. അവരുടെ ചട്ടുകമാകാൻ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ കിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാമായിരുന്നു. സ്വദേശി വ്രതത്തിൻ്റെ പേരിൽ കർക്കശമായ നിലപാടെടുക്കുന്ന ഗാന്ധിജി ജീവിച്ചിരുന്നാൽ സോഷ്യലിസ്റ്റ് റഷ്യയുടെ, സോവിയറ്റ് യൂണിയൻ്റെ കളിപ്പാവയാക്കി ഭാരതത്തെ മാറ്റാൻ കഴിയില്ല എന്നറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്കും ഇതൊരാവശ്യമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം മനസ്സിലാക്കാൻ വേണ്ടി ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ പിന്നീട് കോൺഗ്രസ് MP ആക്കി മാറ്റി. കോൺഗ്രസ് കഴിഞ്ഞ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതേ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെയും അദ്ദേഹത്തിൻ്റെ മകൻ സോമനാഥ ചാറ്റർജിയെയും MP സ്ഥാനം കൊടുത്ത് ആദരിച്ചു. അതെന്തിനായിരുന്നു എന്നുള്ളതിന് വേറെ കാരണമൊന്നും കാണുന്നില്ല. ആകെ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഗാന്ധിവധമാണ്. അപ്പോൾ പിന്നെ സോമനാഥ ചാറ്റർജിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധവും രാഷ്ട്രീയമല്ല. കേവലം ഗാന്ധിവധ കേസിലെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നവരുടെ പാർട്ടി പ്രസിഡൻ്റായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്നുള്ളത് മാത്രമായിരുന്നു അതിൻ്റെ സന്ദർഭം. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടി നോക്കുമ്പം സവർക്കർ എല്ലാവർക്കും ഒരു ശല്യമാണ്. നാളെ ഒരിക്കലും നെഹ്റു കുടുംബത്തിന് സ്ഥിരമായ അധികാരം കിട്ടുന്നതിന് തടസ്സമായ ഒരു ബിംബമാണ് സവർക്കർ. ഗാന്ധിജി എന്നുള്ള ഒരു ബിംബം നിലനിൽക്കുന്നത് സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾക്കും തടസ്സമുണ്ടാകും. അതും ഒരു കാരണമായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ കേസിൽ ലക്ഷ്യം നെഹ്റുവും കോൺഗ്രസും ചെയ്ത മറ്റൊരു പ്രധാന ലക്ഷ്യമുണ്ടായിരുന്നത്, നെഹ്റുവിനൊരു താല്പര്യം ഉണ്ടായിരുന്നത്, വിഭജനം നടന്നത് എന്തൊക്കെയായാലും കോൺഗ്രസും വിശേഷിച്ചും നെഹ്റുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ സമ്മതിച്ചതും അവർ എത്രയും പെട്ടെന്ന് വിഭജിച്ചിട്ടാണെങ്കിലും അധികാരം നേടുക എന്നുള്ള താല്പര്യമായിരുന്നു. ആ വിഭജനത്തെ തുടർന്നുണ്ടായ കോടിക്കണക്കിന് ആൾക്കാരുടെ പലായനവും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂട്ടക്കൊലയും ഒക്കെ ചർച്ച ചെയ്തെന്നാൽ നെഹ്റു കുടുംബവും കോൺഗ്രസും ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് ഉണ്ടാവുകയില്ല. രാജ്യത്ത് നിന്ന് അവരെ ജനങ്ങൾ തൂത്തുവാരി കടലിൽ എറിയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നെഹ്റുവിനും കൂട്ടർക്കും അധികാരത്തിൽ തുടരാനോ, കോൺഗ്രസ്സിന് ഒരു തെരഞ്ഞെടുപ്പ്, ഭരണഘടനയൊക്കെ വന്നൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ്സിന് അവർക്ക് മത്സരത്തിൽ അധികാരം പിടിച്ചെടുക്കാനോ കഴിയില്ല. കാരണം രാജ്യദ്രോഹം നടത്തിയ ഇത്രയും വലിയൊരു കൂട്ടക്കൊലയും ഇത്രയും വലിയ ഒരു ഹിന്ദു വംശഹത്യയും ഇത്രയും ക്രൂരമായ ഒരു വിഭജനവും ഒക്കെ നടത്തിയ കോൺഗ്രസ്സിന് ഒരു തരത്തിലും ഭാരതത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കില്ലായിരുന്നു. ആ ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസ്സിനും നെഹ്റുവിനും മറ്റു നേതാക്കന്മാർക്കും രക്ഷപ്പെടുവാൻ ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. വധത്തിൻ്റെ പേരിൽ എല്ലാ ശത്രുക്കളെയും ഒന്നിച്ചില്ലാതെയാക്കുവാൻ ഗാന്ധിവധത്തെ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയായിരുന്നു ഈ സവർക്കർ എന്നുള്ള
രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശാരീരിക പീഡനവും കൂടുതൽ ക്രൂരമായ ശിക്ഷയും ഏറ്റുവാങ്ങിയ സവർക്കറെ ഈ കള്ളക്കേസിൽ കുടുക്കിയതിൻ്റെ താല്പര്യം അതുമാത്രമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഇതൊക്കെ ഈ ചരിത്രവും സത്യവും അറിയാമായിരുന്നവർ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പാർലമെൻറ്റിൽ വെക്കുകയും സ്റ്റാമ്പ് ഇറക്കുകയൊക്കെ ചെയ്ത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടും അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ താല്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സിനിമയിലെ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു സാങ്കല്പിക കഥാപാത്രം നടത്തുന്ന ഒരു പ്രവർത്തനത്തെ, അതായത് ഈ സിനിമയിലെ കഥാപാത്രത്തെ സിനിമയിലെ മറ്റൊരു സാങ്കല്പിക കഥാപാത്രം കാല് നക്കുന്നത് കാണിച്ചിട്ട് അത് സവർക്കറെ ആണ് എന്നൊക്കെ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സവർക്കറോടുള്ള വിരോധം കൊണ്ടോ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടോ ഭാരതത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനോ ദേശീയ വികാരം മുറ്റി നിന്നിട്ടോ ഒന്നുമല്ല. അവരുടെ താല്പര്യം ദേശവിരുദ്ധതയാണ്, രാജ്യദ്രോഹമാണ്, ഭാരത വിഭജനമാണ്. ഇനിയും വിഭജിക്കാനാണ് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും താല്പര്യം. അങ്ങനെ ഭാരതം അധികം നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഭാരതം എന്നൊരു അഖണ്ഡ രാജ്യം, ഇപ്പോഴുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം പോലും അവശേഷിക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അവരതിന് ഏറ്റവും കൂടുതൽ ക്രൂരമായ ബലി നൽകിയ ആക്രമണം നടത്തിയ പീഡിപ്പിച്ച ആളാണ് സവർക്കർ. ആ സവർക്കറുടെ ജന്മദിനമാണ് ഇന്ന്. സവർക്കറെ ഇത്ര നീചമായ തരത്തിൽ ആക്ഷേപിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത ആ കള്ളന്മാരൊക്കെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ, നിങ്ങൾ പറഞ്ഞ കള്ളത്തരത്തിൻ്റെ, നിങ്ങൾ ചെയ്ത രാജ്യദ്രോഹത്തിൻ്റെ, നിങ്ങൾ നടത്തിയ ഭാരത വിരുദ്ധതയുടെ മുഴുവൻ വില നിങ്ങളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലെ ജനത നിങ്ങളെ രണ്ടുപേരെയും പുറങ്കാലുകൊണ്ടടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ സർവ്വ രാജ്യദ്രോഹികളുടെയും കാല് നക്കിക്കൊണ്ടല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വോട്ട് പോലും കേരളത്തിൽ പോലും കിട്ടാത്ത ഗതികേട് വന്നത് കോൺഗ്രസ്സുകാരന് ഭാരതം വിഭജിച്ച മുസ്ലിം ലീഗുകാരൻ്റെ മൂട് താങ്ങാതെ വർഗീയവാദികളുടെയും ഭീകരവാദികളുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയില്ലാതെ കോൺഗ്രസ്സുകാരന് നിലനിൽക്കാൻ കഴിയില്ലാത്ത സാഹചര്യമുണ്ടായത് നിങ്ങൾ നടത്തിയ ഈ കള്ളത്തരത്തിൻ്റെയും ഗൂഢാലോചനയുടെയും ക്രൂരതയുടെയും പരിണത ഫലവും ശിക്ഷയും ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. സവർക്കർ കൂടുതൽ സൂര്യശോഭയോടെ പുറത്തു വരിക തന്നെ ചെയ്യും. നമസ്കാരം.